നടപ്പാലം തകർന്ന മുളപ്രയിൽ പുഴയ്ക്ക് കുറുകെ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ശക്തമായ മഴയുടെ കുത്തൊഴുക്കിൽ തകർന്ന നടപ്പാലത്തിന് പകരം മുളപ്രയിൽ പുഴയ്ക്ക് കുറുകെ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു. ഇവിടെ പുതിയതായി നിർമ്മിക്കുന്ന കോൺക്രീറ്റ് പാലത്തിൻ്റെ ഇരുഭാഗത്തുമായി തെങ്ങിൻ തടിയുടെയും ഫാബ്രിക്കേഷൻ പൈപ്പുകളുടെയും സഹായത്തോടെയാണ് ഉറപ്പുള്ള താൽക്കാലിക നടപ്പാലമൊരുക്കിയത്. 16-ാം വാർഡ് പഞ്ചായത്ത് അംഗം PV വിജയൻ, 17-ാം വാർഡ് പഞ്ചായത്ത് അംഗം അനീഷ് ആൻ്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് താൽക്കാലിക നടപ്പാലത്തിൻ്റെ പ്രവർത്തനം നാട്ടുകാരുടെ സഹായത്തോടെ പൂർത്തീകരിച്ചത്. നടപ്പാലം തകർന്നതോടെ ഒറ്റപ്പെട്ടുപോയ ജനങ്ങൾക്ക് പുതിയ സംവിധാനം ഏറെ ആശ്വാസകരമാണെന്ന് മുളപ്ര സെൻറ്റ് അൽഫോൺസ ദേവാലയ വികാരി ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ പറഞ്ഞു. മുളപ്ര പാലത്തിന് താൽക്കാലികമായി ഒരു നടപ്പാലം നിർമ്മിക്കാൻ സാധിച്ചത് വലിയ ആശ്വാസകരമാണ്. കഴിഞ്ഞ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം ഒലിച്ചുപോയ പശ്ചാത്തലത്തിൽ ഒത്തിരിയേറെ യാത്രാക്ലേശം ജനം അനുഭവിക്കേണ്ടി വന്നു. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനു വേണ്ടി സത്വര നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന കോൺക്രീറ്റ് പാലത്തോടനുബന്ധിച്ച് തന്നെ നടപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ജനപ്രതിനിധികളുടെയും കോൺട്രാക്ടറൊക്കെ അകവഴിഞ്ഞ സഹകരണത്തോടെ ജനകീയ കൂട്ടായ്മയാണ് ഈ പാലം ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടത് ചെയ്തത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.